Hello, good morning all. Voice and screen okay ആണോ? Akhil? Okay. So, okay, good morning. Let's start the class. Okay. Next topic is DOM, Document Object Model. Okay, DOM. So, ഒരു 5 മാർക്സിനൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. Okay. Some programming examples also you have to study. Okay. DOM, Document Object Model. Okay. It is a model or standard for describing HTML documents. Okay, it is actually a W3 standard. Okay, developed in 1990. Okay, there are three levels of DOM: DOM level 1, level 2, level 3. Okay, so that and all you don't need to study. Okay, just understand what is DOM. DOM is actually a model for describing HTML documents. Okay, then നമുക്കറിയാം when a web page is loaded, okay, ഒരു web page load ചെയ്ത് കഴിഞ്ഞാൽ a browser creates document object model. Okay, ഒരു browser എന്ത് ചെയ്യും, ഒരു document object model create ചെയ്യും for that page. Okay, so when a web page is loaded, the browser, whether it is Google Chrome or a Firefox, okay, അവർ എന്ത് ചെയ്യും, they creates a document object model
of the page. So it is normally constructed as a tree of objects. Okay, everything എല്ലാം എന്താണ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ HTML document object model is constructed as a tree hierarchy. Okay, so നമുക്ക് നോക്കാം. So DOM structure, okay, just it is a standard. Okay, ഒരു ഇന്റർഫേസ് ആണ്. Okay, it provides നമുക്ക് HTML ആയിട്ടുള്ള എല്ലാ മാനിപ്പുലേഷൻസും കാര്യങ്ങളും ഈ DOM structure or DOM standard വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. Okay, ഒരു ഇന്റർഫേസ് ആണ്. Okay, HTML പ്രോഗ്രാംസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നമുക്ക് എന്തൊക്കെ എഡിറ്റിംഗ് ഓപ്ഷൻസ്, എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, സോ അതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ഹൈറാർക്കി ഓർ സ്ട്രക്ചർ മീൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ വെൻ എ വെബ് പേജ് ഈസ് ഓപ്പൺഡ് ദർ വിൽ ബി എ വിൻഡോ ഒബ്ജക്ട്. ഒരു വിൻഡോ ഒബ്ജക്ട് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദർ ഇസ് എ വിൻഡോ ഒബ്ജക്ട്, ദർ ഇസ് എ ഡോക്യുമെന്റ് ഒബ്ജക്ട്. ഓക്കെ, സോ ഡോക്യുമെന്റ് ഒബ്ജക്ട് തന്നെ നമുക്ക് ലിങ്ക് കൊടുക്കാം, ആങ്കർ വരാം, അതിൽ തന്നെ ഫോംസ് വരാം. ഫോംസ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് വരാം. വി ഹാവ് സ്റ്റഡീഡ് ഇറ്റ്. ടെക്സ്റ്റ്, റേഡിയോ, ചെക്ക് ബോക്സ്, ടെക്സ്റ്റ് ഏരിയ, പാസ്വേഡ്, ദെൻ സെലക്ട് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ബട്ടൺ, റീസെറ്റ്, സബ്മിറ്റ്, ദീസ് ഓൾ ആർ അണ്ടർ ഫോം ഒബ്ജക്ട്. അതേപോലെ നമുക്ക് ലിങ്ക് കൊടുക്കാം. സോ ലിങ്ക് ഉണ്ട്, ആങ്കർ. സോ ഇതൊക്കെ എന്താണ്, ഒരു ഡോക്യുമെന്റ് ഒബ്ജക്റ്റിന് അണ്ടറിൽ വരുന്നതാണ്. ഒരു ഹൈറാർക്കി സ്ട്രക്ചർ ആണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇറ്റ് ഇസ് എ ട്രീ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, വെൻ എ വെബ് പേജ് ഈസ് ലോഡഡ്, DOM ക്രിയേറ്റ്സ് എ ട്രീ ലൈക്ക് സ്ട്രക്ചർ ഓഫ് ദ ഒബ്ജക്ട്. സോ വിൻഡോന്റെ കേസിൽ നമുക്ക് ലൊക്കേഷൻ, ഫ്രെയിം, ഹിസ്റ്ററി, നാവിഗേറ്റർ, ഇവന്റ്, സ്ക്രീൻ ഒക്കെ ഉണ്ട്. അത് തന്നെ വിൻഡോയിൽ തന്നെയാണ് ഡോക്യുമെന്റ് എന്നുള്ള കേസും വരുന്നത്. ഡോക്യുമെന്റിൽ ഹാവ് ലിങ്ക്, ആങ്കേഴ്സ്, ഇമേജസ്, ഓക്കെ, ആപ്ലെറ്റ്, പ്ലഗിൻസ്, ഫ്രെയിംസ്, സ്റ്റൈൽ ഷീറ്റ്, ഇതൊക്കെ ഡോക്യുമെന്റിന്റെ അണ്ടറിലാണ്. സോ ഇതൊരു ഹൈറാർക്കി, ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഡോം. സോ ഒരു ഡോം ട്രീയുടെ എക്സാമ്പിൾ ആണ്. നമ്മൾ ഡോക്യുമെന്റ് വന്നു, ഡോക്യുമെന്റിൽ HTML, റൂട്ട് എലമെന്റ് ഇസ് HTML. ഓക്കെ, ഒരു ഡോക്യുമെന്റ് ഒബ്ജക്റ്റ്, ഞാനൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ HTML കോഡ്. ഓക്കെ, HTML കോഡ് ആണ്. സോ റൂട്ട് എലമെന്റ് ഇസ് HTML ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് head portion, body portion also there. In head portion there will be title. Okay, in body portion there will be href attribute will be there, anchor tag will be there, headings will be there. Okay, and inside title under there will be a text. Okay, title കൊടുത്തിട്ടുണ്ടാവും. Okay, anchor under link will be given. Okay, അതുപോലെ headings will be given. So ഇങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഡോം സ്ട്രക്ചർ ആണ് ഇത്. ഓക്കെ, അപ്പോൾ വെബ് പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. കാരണം ടോപ്പ് ലെവലിൽ HTML ഉണ്ടാവും. HTML അണ്ടറിൽ വാട്ട് ഓൾ ആർ ദ കമ്പോണൻസ്, ഇറ്റ് വിൽ ബി ലിസ്റ്റഡ് ലൈക്ക് എ ട്രീ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അതാണ് ഡോമിന്റെ ട്രീ സ്ട്രക്ചർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, സോ യൂസിങ് ഡോം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഓക്കെ, ജാവാസ്ക്രിപ്റ്റിന് ഡോം വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഡോം ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ചേഞ്ച് ഓൾ ദ HTMLs ഇൻ ദ പേജ്. ഡോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ചേഞ്ച് ഓൾ ദ HTML എലമെന്റ്സിനെ ചേഞ്ച് ചെയ്യാം, HTML ആട്രിബ്യൂട്ട്സിന് ചേഞ്ച് ചെയ്യാം, CSS കൊടുക്കാം. ഓക്കെ, റിമൂവ് ദ HTML എലമെന്റ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ്, ആഡ് ന്യൂ HTML എലമെന്റ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ്, ദെൻ ഇവന്റ്സ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ന്യൂ HTML ഇവന്റ്സ് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് കൊടുക്കാം യൂസിങ് ഡോം. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നമ്മളിപ്പം ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഡോമിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വെബ് പേജിലെ കണ്ടന്റ്സിനെ എഡിറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം, ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം യൂസിങ് ഡോം. കാരണം ഈ ഡോം എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡിലാണ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഹൗ യു ക്യാൻ ചേഞ്ച്, ഹൗ യു ക്യാൻ ആക്സസ് ദ എലമെന്റ്, ഹൗ യു ക്യാൻ ചേഞ്ച് ദ പ്രോപ്പർട്ടി, CSS സ്റ്റൈലൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് കോഡിൽ കാണാം. ഓക്കെ, so using DOM, JavaScript can perform all these operations. Okay, can change all the HTML elements, can change the CSS style sheet, add new elements. Okay, add new property, events can be added. Okay, ഇതൊക്കെ നമുക്ക് DOM യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. സോ HTML DOM എന്താണ്? ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് അല്ലേ? HTML DOM, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ, ഇറ്റ് ഇസ് എ സ്റ്റാൻഡേർഡ് ഫോർ ഹൗ ടു ഗെറ്റ്, ചേഞ്ച്, ആഡ് ഓർ ഡിലീറ്റ് HTML എലമെന്റ്സ്. ഒരു വെബ് പേജിലുള്ള എല്ലാ എലമെന്റ്സും സ്റ്റൈൽസും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം, ഓക്കെ, ആക്സസ് ചെയ്യാം, ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. സോ അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് HTML DOM എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ HTML DOM മെത്തേഡ്സ് ഉണ്ട്. HTML DOMിൽ മെത്തേഡ്സും ഉണ്ട്, പ്രോപ്പർട്ടീസും ഉണ്ട്. മെത്തേഡ്സ് എന്താണ്? ആക്ഷൻസ്. പ്രോപ്പർട്ടീസ് മീൻസ് വാല്യൂസ്. ഓക്കെ,
അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഫെർദർ ആയിട്ട് പഠിക്കാം. ഓക്കെ, HTML ഡോമിലും എന്തുണ്ട്, മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഉണ്ട് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കൂ, HTML ഓൾറെഡി നമ്മൾ പഠിച്ചതാണിത്. ബോഡി PID ഈക്വൽ ടു ഡെമോ, സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു text/javascript ആണ്. ഓക്കെ, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID, വിച്ച് ID, ഡെമോ ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു hello DOM. Okay, so ഇതെന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു പാരഗ്രാഫ് ID you have given and there in that paragraph you are writing the content as hello DOM. Okay, how you are writing? You are writing like this. Okay, document object dot get element by ID is a method. Okay, DOM method ആണ്, document method ആണ്, and inner HTML is a property. Okay, property. So get element by ID uses the ID. ഒരു ID വെച്ചിട്ടാണ് അവർ കണ്ടന്റ് ചേഞ്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ID ഷുഡ് ബി ഗിവൺ ഇൻ ഡബിൾ കോട്ട്സ്. ഓക്കെ, സോ ആൻഡ് ഇന്നർ HTML ഇസ് ദ പ്രോപ്പർട്ടി ടു ഗെറ്റ് ഓർ ചേഞ്ച് എനി HTML എലമെന്റ്. ഓക്കെ, അപ്പോൾ ഈ IDക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ എന്താണോ അത് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇനീഷ്യലി ആ പാരഗ്രാഫിൽ കണ്ടന്റ് ഒന്നും ഇല്ല, സോ യു ക്യാൻ ആഡ്. സോ ഇതൊരു ഡോമിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് പ്രീവിയസ് ആയിട്ട് യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡോമിന്റെ എടുത്ത് പറയുമ്പോൾ വേറെ എക്സാമ്പിൾ പഠിക്കേണ്ട, ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ പഠിച്ചാൽ മതി. എന്താണ്, ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് ഒബ്ജക്ട്, ഗെറ്റ് എലമെന്റ് ബൈ ID ഇസ് എ മെത്തേഡ്, ഇന്നർ HTML ഇസ് എ പ്രോപ്പർട്ടി. ഓക്കെ, സോ അതാണ് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. എന്തുണ്ട്, കുറെ മെത്തേഡ്സും ഉണ്ട്, കുറെ പ്രോപ്പർട്ടിയും ഉണ്ട്. ആൻഡ് ദ എക്സാമ്പിൾ ഈസ് ദിസ് വൺ. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ന്യൂ കണ്ടന്റ് ആഡ് ചെയ്തു. ഓക്കെ, HTML പേജിലോട്ട് ന്യൂ കണ്ടന്റ് ഈസ് ആഡഡ് യൂസിങ് document object method. Okay, and there are many other methods also. നോക്കൂ, document.getElementID നമ്മൾ നോക്കി, document.getElement by tag name. Okay, tag name വെച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ class name വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അതുപോലെ പ്രോപ്പർട്ടി വരുന്നത് element.innerHTML. ഇന്നർ HTML നമ്മൾ പഠിച്ചു. അതുപോലെ element.attribute വാല്യൂ നമുക്ക് കൊടുക്കാം. element.set attribute ചേഞ്ച് ചെയ്യാം, വാല്യൂസ് ചേഞ്ച് ചെയ്യാം. element.style.property. ഓക്കെ, HTMLന്റെ ഏതെങ്കിലും സ്റ്റൈൽ, കളറോ കാര്യങ്ങളോ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ element.style നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോം വെച്ചിട്ട് നിങ്ങൾക്ക് HTML എലമെന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഐദർ ആഡ് ചെയ്യാം, റിട്രീവ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം, ഓൾട്ടർ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ അത് തന്നെയായിരുന്നു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ്, ചേഞ്ചിങ് ദ വാല്യൂ ഓഫ് എൻ ആട്രിബ്യൂട്ട്. ഹൗ യു ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് എൻ ആട്രിബ്യൂട്ട്. ഓക്കെ, സോ അതിന്റെ സിന്റാക്സ് എന്താണ്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഓഫ് ID ഡോട്ട് ആട്രിബ്യൂട്ട് ഈക്വൽ ടു ന്യൂ വാല്യൂ. ഓക്കെ, ദിസ് ഇസ് ദ സിന്റാക്സ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ HTML ബോഡിയിൽ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇമേജ് ആണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. ഇമേജ് ID ഈസ് ഗിവൺ ആസ് CLG ആൻഡ് SRC ഇമേജിന്റെ പാത്ത് ഒരു ഫയൽ നെയിം കൊടുത്തു, ICET.jpg. Okay, image IMG stands for image tag, ID is given and its path is given. Okay, എന്നിട്ട് ക്ലോസ് ചെയ്ത് എന്നിട്ട് ഓക്കെ, എന്നിട്ട് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു. സ്ക്രിപ്റ്റിൽ എന്താ ചെയ്തത്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഓഫ് CLG എന്ന് പറഞ്ഞ ID ആരുടെയാണ്, ഈ ഇമേജിന്റെയാണ് ID. ഓക്കെ, അത് ഡോട്ട് SRC, ദാറ്റ് ഇസ് ദ ആട്രിബ്യൂട്ട് എന്താണ്, SRC ആണ്. ഓക്കെ, അതിന്റെ സോഴ്സ്, ആ IDയുടെ സോഴ്സ് പാത്ത് എന്താക്കി മാറ്റുക, വേറൊരു ഫയലാക്കി മാറ്റുക, ICET logo.jpg. ഇവിടെ ഇനീഷ്യലി യു ഹാവ് ഗിവൺ ICET ആൻഡ് യു ആർ ഗോയിങ് ടു ചേഞ്ച് ദാറ്റ് ഇമേജ് ബൈ അനദർ ഇമേജ്. അതിന്റെ പേരെന്താ, ICET logo.jpg. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തത്. എങ്ങനെയാ സിന്റാക്സ്, ഡോക്യുമെന്റ് ഒബ്ജക്ട് ഗെറ്റ് എലമെന്റ് ബൈ ID മെത്തേഡ്. ഓക്കെ, ID is given in bracket dot attribute value. Attribute എന്താണ്, SRC ആണ്, ഇമേജിന്റെ സോഴ്സ് പാത്ത് പറഞ്ഞതാണ് SRC ഫീൽഡ്. സോ SRC ഈക്വൽ ടു യു ക്യാൻ ഗിവ് ദ പാത്ത്. ഇവിടെ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് അവർ ഇമേജിന്റെ നെയിം കൊടുത്തു. ഓക്കെ, സോ ദിസ് ഇമേജ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ ഇമേജ്. ഓക്കെ, സോ ലൈക്ക് ദിസ് യു ക്യാൻ ചേഞ്ച് ദ വാല്യൂ ഓഫ് എൻ ആട്രിബ്യൂട്ട്. HTML attribute you can change. Okay, അത് നമ്മൾ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? സോ ഇൻ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. ഇസ് ഇറ്റ് ക്ലിയർ?
ക്ലിയർ ആണോ? വിഷ്ണു, ആദർശ്, അതുൽ, സിനാൻ, നിതിൻ, സഹല. ഹലോ. ഓക്കെ ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് എന്താണ് നമുക്ക് ഡോക്യുമെന്റ്. അപ്പൊ അത് ഡോം നമുക്കറിയാം ട്രീ ലൈക്ക് സ്ട്രക്ചർ ആണ്. ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ഉണ്ട് അതിൽ. ഓക്കെ, ഡോക്യുമെന്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ട്രീ ലൈക്ക് സ്ട്രക്ചറിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ഫോംസ് ഉണ്ടെങ്കിൽ ഫോംസ്, ലിങ്ക്സ് ഉണ്ടെങ്കിൽ അത്, ദെൻ ടേബിൾ ഉണ്ടെങ്കിൽ ടേബിൾ, അങ്ങനെ നമുക്ക് ഹൈറാർക്കി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റിൽ വെച്ചിട്ട് നമുക്ക് ഇതിനെയൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, യൂസിങ് ഡോക്യുമെന്റ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ് എന്താണ്, HTML സ്റ്റൈൽ ചേഞ്ച് ചെയ്യണ കോഡ്. സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഓഫ് ഐ ഡി ഡോട്ട് സ്റ്റൈൽ ഡോട്ട് പ്രോപ്പർട്ടി ഈക്വൽ ടു ന്യൂ സ്റ്റൈൽ. ദിസ് ഇസ് ദ സിൻടാക്സ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു പാരഗ്രാഫ് ഉണ്ട്, ഐ ഡി ഈക്വൽ ടു P1 ആൻഡ് ദ കണ്ടന്റ്. പാരഗ്രാഫിന്റെ റൈറ്റ് ചെയ്തത് എന്താണ്, ഹലോ വേൾഡ് എന്നാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഓഫ് P1 ഓപ്പൺ ചെയ്തു. ഓക്കെ, P1 ഐ ഡി ആണ്. ഡോട്ട് സ്റ്റൈൽ. ഓക്കെ, ഡോട്ട് സ്റ്റൈൽ ഡോട്ട് വിച്ച് സ്റ്റൈൽ, കളർ ആണ്. കളർ ഈക്വൽ ടു ബ്ലൂ. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്, ഹലോ വേൾഡ് കളർ എന്താക്കി മാറ്റി, ബ്ലൂ ആക്കി സെറ്റ് ചെയ്തു. ഇങ്ങനെ P1 എന്ന് പറഞ്ഞ ഐ ഡി, അതിന്റെ സ്റ്റൈല്, വിച്ച് സ്റ്റൈൽ, കളർ ഇസ് സെറ്റ് ടു ബ്ലൂ. സോ ഹലോ വേൾഡ് വിൽ ബി ഡിസ്പ്ലേഡ് ഇൻ ബ്ലൂ കളർ. ഓക്കെ, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ആൻഡ് സം അതർ പാരഗ്രാഫ് above was changed by a script. ജസ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തു. സോ ഇവിടെ എന്താ ചെയ്യുന്നത്, യു ആർ ചേഞ്ചിങ് എ സ്റ്റൈൽ. ഓക്കെ, ഒരു സ്റ്റൈൽ ചേഞ്ച് ചെയ്യാണ്. വിച്ച് സ്റ്റൈൽ യു ക്യാൻ ഗിവ്, കളർ ആണോ, കളർ കൊടുക്കാം, ഈക്വൽ ടു അതിന്റെ വാല്യൂ. ഇതാണ് സിൻടാക്സ്. അപ്പൊ ഇത് നമ്മൾ എന്താണ് ചെയ്തത്, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് സ്റ്റൈൽ ഡോട്ട് പ്രോപ്പർട്ടി ഈക്വൽ ടു ന്യൂ വാല്യൂ ഓർ ന്യൂ സ്റ്റൈൽ. അതാണ് സിൻടാക്സ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ DOM, okay, is that, or JavaScript is that events. Events എന്താണ്? ഓക്കെ, സോ ഇവന്റ്സ്. അപ്പൊ HTML നമുക്ക് കുറച്ച് ഇവന്റ്സ് ഉണ്ട്. അതായത് ഇവന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സം ആക്ഷൻ. ഓക്കെ, ആക്ഷൻ ആണ്. അതായത് നോർമലി എന്തെങ്കിലും ഒരു, ഇപ്പൊ മൗസിന്റെ ക്ലിക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ, ആ സമയത്ത് വാട്ട് ആക്ഷൻസ് ഹാസ് ടു ബി പെർഫോംഡ്. ഓക്കെ, വെൻ എ മൗസ് ക്ലിക്ക് ഒക്കേഴ്സ്, വെൻ എ ഫോക്കസ് ഒക്കേഴ്സ്, ഓക്കെ, വെൻ എ ടെക്സ്റ്റ് ഈസ് ചേഞ്ച്ഡ്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഇവന്റ് ഹാൻഡ്ലിംഗിൽ പറയുന്നത്. സോ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ സപ്പോർട്ട്സ് ഇവന്റ്സ്. ഇവന്റ് മോഡൽ ആണ്. ഓക്കെ, അപ്പൊ നോർമലി എല്ലാ ബ്രൗസേഴ്സും സപ്പോർട്ട് ചെയ്യും. ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ബ്രൗസേഴ്സും ഇവന്റ് മോഡൽ സപ്പോർട്ട് ചെയ്യും. ആൻഡ് DOM ഓൾസോ ഹാവ് ഇവന്റ് മോഡൽസ്. ഓക്കെ, സോ എന്തിനാണ് ഇവന്റ് യൂസ് ചെയ്യണത്, നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പൊ വെബ് പ്രോഗ്രാമിംഗ് ചെയ്യുമ്പം എന്തെങ്കിലും ആക്ടിവിറ്റി ബ്രൗസറിൽ പ്രസ്സിങ് അല്ലെങ്കിൽ ക്ലിക്കിംഗ് ഓർ ഫോക്കസിങ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണം. ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവന്റ് ഡ്രിവൺ ആയിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, ഇവന്റ് ഡ്രിവൺ ആയിട്ടാണ് ചെയ്യുക. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ദാറ്റ് when you click a button, okay, if you press a button, some task has to be performed. അതൊരു ഇവന്റ് ആണ്. ഓക്കെ, ആ സമയത്ത് അത് ട്രിഗർ ചെയ്യും. അപ്പോൾ ഇവന്റ് നടക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിനെയാണ് നമ്മൾ ഇവന്റ് ഹാൻഡ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവന്റ് ഒരു മൗസ് ക്ലിക്ക് വന്നു കഴിഞ്ഞാൽ വാട്ട് ഹാസ് ടു ബി പെർഫോംഡ്, അതാണ് ഇവന്റ് ഹാൻഡ്ലർ. അത് നമ്മൾ സ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ കൊടുക്കും. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ ആണ്, നോക്കൂ, ഇതാണ് ഇവന്റ്സ്. ബേസിക് ആയിട്ട് ഇവന്റ്സ് നോക്കൂ. ഓൺ സബ്മിറ്റ്, ഓക്കെ, ഒരു ബട്ടൺ, വെൻ ഓൺ സബ്മിറ്റ് ഇവന്റ് എപ്പോഴാണ് ജനറേറ്റ് ആവുക, വെൻ എ സബ്മിറ്റ് ബട്ടൺ ഈസ് ക്ലിക്ഡ്. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഓൺ സബ്മിറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടാസ്ക് പെർഫോം ചെയ്യാം. ഓക്കെ, അത് സബ്മിറ്റ് ബട്ടന്റെ കേസിലാണ്. ദെൻ ഓൺ ക്ലിക്ക് മീൻസ് കോൾസ് വെൻ ദിസ് ബട്ടൺ ഈസ് ക്ലിക്ഡ്. ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആക്ഷൻ പെർഫോം ചെയ്യാം. ഇനി ഓൺ റീസെറ്റ്, വെൻ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ. on load means when a page is loaded in the browser, what has to be performed. ഒരു ഓൺ ലോഡ് എന്ന് പറഞ്ഞാൽ അതാണ്, അതായത് ഒരു ബ്രൗസറിൽ പേജ് ഓപ്പൺ ആയി ആ ടൈമിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, ഇമേജസും കാര്യങ്ങളും ഒക്കെ ലോഡ് ചെയ്യേണ്ടി വരും. സോ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഓൺ മൗസ് ഓവർ എന്ന് പറഞ്ഞാൽ വെൻ എ മൗസ് പോയിന്റർ എൻറ്റേഴ്സ് എൻ ഇമേജ് ഏരിയ. ഒരു ഇമേജിൽ മൗസ് പോയിന്റർ വരുമ്പം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും പോപ്പപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗിവ്. ഓക്കെ, ഓൺ മൗസ് ഔട്ട് മീൻസ് വെൻ ദറ്റ് പോയിന്റർ ലീവ്സ് ദ ഇമേജ് ഏരിയ.
ഇമേജ് ഏരിയൻ്റെ അകത്തുനിന്ന് മൗസിനെ നമ്മൾ കേഴ്സറിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ if you want to perform something you can give that code there. Okay, on focus means when the control receives focus, നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, അവിടെ നമ്മൾ ജസ്റ്റ് വെച്ചു. ഓക്കെ, on blur means when a control loses focus, അവിടെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ. on change means when a value is changed, നമ്മളിപ്പം യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുമ്പം അവിടെ യൂസർ നെയിം ചേഞ്ച് വന്നു. ഓക്കെ, എന്തെങ്കിലും ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാണ്. സോ ആ എന്തെങ്കിലും സെലക്ഷനിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യാം. ഇങ്ങനെ കുറേ ഇവന്റ്സ് ഉണ്ട്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഇവന്റ്സ് ഉണ്ട്. ഡോം ഓൾസോ സപ്പോർട്ട്. അപ്പൊ നമുക്ക് ഡോം വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഇവന്റ്സിനെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, സോ വെൻ യു ആർ രജിസ്റ്ററിങ് എ ഫോം, ഒരു ഫോം രജിസ്റ്റർ ചെയ്യുമ്പം അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. സോ വെൻ യു ആർ പ്രസിംഗ് ദ സബ്മിറ്റ് ബട്ടൺ, എന്ത് വേണം, യുവർ ഡാറ്റ, നിങ്ങൾ എൻ്റർ ചെയ്ത ഡാറ്റ ഷുഡ് ഗോ ടു ദ സെർവർ. അല്ലെ, ഒരു ഡാറ്റാബേസിൽ പോയിരിക്കണം. അതൊരു ഇവന്റ് ആണ്. സോ അതിന്റെ കോഡ് എഴുതിയിരിക്കണം. അതുപോലെ നിങ്ങൾ എന്താണ്, ഒരു മൗസ്, ഒരു ഇമേജ് ഏരിയയിൽ മൗസ് കൊണ്ടുപോയി വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇമേജ് എന്താണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, മൗസ് പോയിന്റർ ഇമേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും റൈറ്റിംഗ്സ് കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ്, എന്തെങ്കിലും ഒരു ട്രിഗറിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ അതിനെയാണ് ഇവന്റ് എന്ന് പറയുക. സോ ഇവന്റ് ഹാൻഡ്ലേഴ്സ്, അതായത് നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് കോഡ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ അതിനെയാണ് ഇവന്റ് ഹാൻഡ്ലേഴ്സ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ നമ്മൾ ഇവന്റ് ഹാൻഡ്ലിംഗ് ഡോം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിന്റെ എക്സാമ്പിൾസ് ആണ്. വെൻ എ യൂസർ ക്ലിക്ക് ദ മൗസ്, ഓക്കെ, മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ് പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ എൻ ഇമേജ് ഹാസ് ബീൻ ലോഡഡ്, അവിടെയൊക്കെ നമുക്ക് ഇവന്റ് കൊടുക്കാം. വെൻ ദ മൗസ് മൂവ്സ് ഓവർ ആൻ എലമെന്റ്, ഒരു എലമെന്റിന്റെ മുകളിൽ മൂവ് ചെയ്യുന്നു, അപ്പോൾ ഇവന്റ് കൊടുക്കാം. വെൻ എൻ ഇൻപുട്ട് ഫീൽഡ് ഈസ് ചേഞ്ച്ഡ്, when an HTML form is submitted, when a user strokes a key, ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഈ ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഗിവ് ഇവന്റ് കറസ്പോണ്ടിങ് ടു ദാറ്റ്. നമ്മൾക്ക് യൂസർ ഡിസൈഡ് ചെയ്യും, ഒരു മൗസ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ആക്ഷൻ ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പ്രോഗ്രാമറാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിങ് കാര്യങ്ങളാണ് ജാവാസ്ക്രിപ്റ്റ് തരുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, see this example. Document HTML body paragraph open ചെയ്തു, ഹൈല് h1 ഹെഡിങ്ങിൽ on click equal to this dot inner HTML equal to oops. ഓക്കെ, my page h1, അതായത് നിങ്ങൾ my page എന്ന് പറഞ്ഞ ഹെഡിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, oops എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കണം. on click എന്ന് പറഞ്ഞാൽ when you click, ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, inner dot HTML oops എന്ന് പറഞ്ഞ കണ്ടന്റ് കാണിക്കണം. ഓക്കെ, അവിടെ എച്ച് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്, മൈ ഫയൽ ഡോട്ട് HTML. അതുപോലെ ഓൺ മൗസ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു വിൻഡോസ് ഡോട്ട് അലേർട്ട് ഓഫ് ഹെലോ മൈ ഇവന്റ് ലിങ്ക്. അതായത് ഇവിടെ നിങ്ങളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൈ ഇവന്റ് ലിങ്കിൽ നിങ്ങൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അലേർട്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവും, ഹെലോ എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് കൊടുത്തത്, ഓൺ മൗസ് ഓവർ. ഇതിന്റെ മുകളിൽ നിങ്ങൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ, കേഴ്സർ വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, ഓൺ മൗസ് ഓവർ ഈക്വൽ ടു വിൻഡോ ഡോട്ട് അലേർട്ട്. വിൻഡോ എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ് പേജ് എന്താ ചെയ്യേണ്ടത്, അലേർട്ട് ചെയ്യണം. എ ഡയലോഗ് ബോക്സ് ഷുഡ് ബി ഓപ്പൺഡ് വിത്ത് കണ്ടന്റ് എന്താണ്, ഹെലോ. ഓക്കെ, അതാണ് ഓൺ മൗസ് ഓവർ. ഓൺ ക്ലിക്ക് മീൻസ് വെൻ യു ആർ ക്ലിക്കിംഗ്. ഓക്കെ, മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്തത്, കണ്ടന്റ് മാറ്റി, മൈ പേജ് എന്നുള്ളത് ഊപ്സ് നാക്കി മാറും. ഓക്കെ, ഊപ്സ് നായി മാറും. ഇന്നർ ഡോട്ട് HTML എന്ന് പറഞ്ഞാൽ പാരഗ്രാഫിന്റെ കണ്ടന്റ് ഊപ്സ് ആയിട്ട് മാറും വെൻ യു ക്ലിക്ക്. ഓക്കെ, ഓൺ മൗസ് ഓവർ മീൻസ് നിങ്ങൾ മൗസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, മൗസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അലേർട്ട് ചെയ്യുക, ഹലോ. സോ ഇങ്ങനെയാണ് നമ്മൾ ഇവന്റ്സ് കൊടുക്കുന്നത്. അത് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഉണ്ട്, ദാറ്റ് വിൽ ബി മോർ ക്ലിയർ. ഓക്കെ, HTML കൊടുത്തു, ഹെഡ് ബോഡി പോർഷനിൽ ഫോമിന് ഒരു നെയിം കൊടുത്തു, ഫോം നെയിം ഈക്വൽ ടു F1. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് കൊടുത്തു, എൻ്റർ യുവർ നെയിം എന്ന് കൊടുത്തു, എൻ്റർ യുവർ നെയിം. ഇൻപുട്ട് ടൈപ്പ് എന്താണ്, നെയിം ആവുമ്പം ടെക്സ്റ്റ് ആണ്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് ഫീൽഡിന് ഒരു നെയിം കൊടുത്തു, F നെയിം. ദെൻ ഒരു ബട്ടൺ കൊടുത്തു, ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ, അതിന്റെ വാല്യൂ ഗോ. ഓക്കെ, ഗോ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തു. ഓക്കെ, ഓൺ ക്ലിക്ക്, നിങ്ങൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്, ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് അവിടെ, എൻ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂസർ നെയിം കൊടുക്കുന്ന പോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് നെയിം ഇതാക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ പേരാണ് F നെയിം. ഓക്കെ, ആ ടെക്സ്റ്റ് ബോക്സിന്റെ പേര് F നെയിം ആണ്. ടൈപ്പ് എന്താണ്, ടെക്സ്റ്റ് ആണ്. ഓക്കെ, ദെൻ ദർ ഇസ് എ ബട്ടൺ, ബട്ടന്റെ നെയിം ഗോ ആണ്. ഓക്കെ,
on click, when you press that button, എന്താ വേണ്ടത്, window.alert dialog box open ചെയ്യുക. And the content is hello അതിന്റെ കൂടെ എന്താണ് കണ്ടന്റ് ആയിട്ട് വരിക, document dot f1 എന്ന് പറഞ്ഞ ആരാണ്, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ഡോട്ട് f1 മീൻസ് ഈ ഫോം. അപ്പോൾ ഡോക്യുമെന്റ് ഒബ്ജക്റ്റില് f1 എന്ന് പറഞ്ഞ ഫോമില് എഫ് നെയിം ആരാണ്, ഈ ടെക്സ്റ്റ് ബോക്സ് ആണ് എഫ് നെയിം. ഓക്കെ, എഫ് നെയിം ഡോട്ട് വാല്യൂ, എഫ് നെയിമിന്റെ വാല്യൂ, അതായത് നിങ്ങൾ ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ടുള്ള നെയിം, അതാണ് റിട്രീവ് ആവുക. അപ്പോൾ ഹെലോ, ഇപ്പം ഇഫ് യു ഹാവ് ടൈപ്ഡ് ഹെലോ അഞ്ജിത എന്നാണ് ടൈപ്പ് ചെയ്തതെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ഹെലോ അഞ്ജിത. ബട്ട് അഞ്ജിത എങ്ങനെയാണ് റിട്രീവ് ആവുന്നത്, document dot object dot, first of all you have to give a name to form, ഇന്ന ഫോമിൽ ഇന്ന ടെക്സ്റ്റ് ഫീൽഡിൽ ഇന്ന വാല്യൂ, അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഫോം, ഇപ്പം ഫോമിന് നമ്മൾ ഒരു നെയിം കൊടുത്തിട്ടുള്ളത്. ഫോം നെയിം ഈക്വൽ ടു f1 മീൻസ് നമുക്ക് ഇതുപോലെ ഡോമിൽ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നെയിം വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അവിടെ f1 എന്ന് പറഞ്ഞിട്ട് ഫോം നെയിം കൊടുത്തു. ഓക്കെ, ആ നെയിം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് കിട്ടേണ്ടത്, ടെക്സ്റ്റ് ഫീൽഡ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. സോ ടെക്സ്റ്റ് ഫീൽഡിന് ഒരു നെയിം കൊടുത്തിരുന്നു, എഫ് നെയിം. സോ f1 ഡോട്ട് എഫ് നെയിം, ആ ഫോമിലെ എഫ് നെയിം എന്ന് പറഞ്ഞ ഫീൽഡിൽ അവിടെ വന്നിട്ടുള്ള വാല്യൂ എന്താ, യൂസർ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ആ വാല്യൂ ആണ് റിട്രീവ് ആവേണ്ടത്. സോ അത് അലേർട്ട് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് എൻ ഇവന്റ്. ഇത് എപ്പോഴാണ് നടക്കുക, വെൻ യു ക്ലിക്ക് ഗോ ബട്ടൺ. ഓക്കെ, ഗോ എന്ന് പറഞ്ഞ ബട്ടൺ ഓൺ ക്ലിക്കിലാണ്. ഓൺ ക്ലിക്ക് ഇസ് എൻ ഇവന്റ്. ഓക്കെ, എന്താ സംഭവിക്കുന്നത്, വെൻ യു പ്രസ് ദാറ്റ് ബട്ടൺ സംതിങ് ഹാസ് ടു ഒക്കെ. ആ എന്ത് ചെയ്യണം അത് നിങ്ങൾക്ക് യൂസർക്ക്, പ്രോഗ്രാമറിന് ഡിസൈഡ് ചെയ്യാം. സോ ഒരു വെബ് പേജിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, മൗസ് വെക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അലേർട്ട് വരുന്നു, അല്ലെങ്കിൽ സബ്മിറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ അലേർട്ട് ചോദിക്കുന്നു. സോ ദാറ്റ് ആൻഡ് ഓൾ ആർ ഡിസൈൻഡ് ബൈ ദ പ്രോഗ്രാമർ യൂസിങ് ജാവാസ്ക്രിപ്റ്റ് കോഡ്സ്. ഓക്കെ, അതിൽ ഡോം ഹൈറാർക്കി എന്ന് പറയാൻ കാരണം ഡോക്യുമെന്റ് ഒരു ഒബ്ജക്റ്റ് ആണ് ഡോമില്. ഓക്കെ, ഈ ഫോമും ഇറ്റ് ഇസ് എൻ എലമെന്റ് ഡോമിലുള്ളതാണ്. അപ്പൊ ആ ഒരു ഹൈറാർക്കി പോലെ കണ്ടോ, ഡോക്യുമെന്റ് ഒബ്ജക്റ്റില് ഫോമില് ടെക്സ്റ്റ് ഫീൽഡിലുള്ള വാല്യൂ, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട് ആ ഹൈറാർക്കി. ദെൻ ഓൺലി യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ. ഈസ് ഇറ്റ് ക്ലിയർ ആണോ? എക്സാമ്പിൾ ക്ലിയർ ആണോ? യു ഹാവ് ടു സ്റ്റഡി ദ എക്സാമ്പിൾ. തിയറി അധികം പഠിക്കണമെന്നില്ല, ബട്ട് ഇവന്റ്സ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇവന്റ്സ്. സോ മിനിമം ഒരു 2 or 3 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഓക്കെ, ക്ലിയർ ആണോ? കീർത്തന, അജ്മൽ, ദേവിക, മസ്ന, നിതിൻ, ഷാരുൺ, വിഷ്ണു, റോഷൻ, ഈ ഫോം എക്സാമ്പിൾ ക്ലിയർ ആണോ? ഓൺ ക്ലിക്ക്, അദ്വൈത്, ആകാശ്, അഖിൽ, അനഘ, അഞ്ജിത, അതിൻ, റിസ്വിൻ, ഓക്കെ. ബോയ്സ് ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അനന്തർ. ഇതിപ്പോ നമ്മൾ എന്താ പഠിച്ചത്, ഓൺ ക്ലിക്ക് ആണ്, ജസ്റ്റ് എ ബട്ടൺ ക്ലിക്ക്. ഓൺ സബ്മിറ്റ് എന്താണ്, നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ബട്ടൺ ആണ് പ്രസ് ചെയ്തതെങ്കിൽ ഓൺ സബ്മിറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അവിടെ ഹെഡിൽ സ്ക്രിപ്റ്റ്, ഇവിടെ ഹെഡ് പോർഷനിൽ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തു, അത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ ബോഡിയിൽ ഫോമിന് നെയിം കൊടുത്തു, ഫോം നെയിം ഈക്വൽ ടു f1. ഓക്കെ, ഓൺ സബ്മിറ്റ് ഈക്വൽ ടു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ഫോം ഒരു കംപ്ലീറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ഫോം ആണെന്ന് വിചാരിച്ചോളൂ. ആൻഡ് വെൻ യു ആർ സബ്മിറ്റിംഗ്, ഓക്കെ, വെൻ യു ആർ സബ്മിറ്റിംഗ് ദാറ്റ് ഫോം എന്താ വേണ്ടത്, എ ഫംഗ്ഷൻ ഇസ് കോൾഡ് വാൽ നെയിം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ. ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ കൊടുത്തു. ഓൺ ക്ലിക്ക് ഈക്വൽ ടു ജസ്റ്റ് അലേർട്ട് മാത്രം ആയതുകൊണ്ട് ഡയറക്ട്ലി യു ക്യാൻ ഗിവ് ദെയർ ഓൺ ക്ലിക്ക് ഈക്വൽ ടു ഇൻ ഡബിൾ കോഡ്സ് യു ക്യാൻ ഗിവ്. ഓക്കെ, ഇവിടെയാണെങ്കിൽ എന്താണ്, ഒരു ഫംഗ്ഷൻ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഫംഗ്ഷൻ ആണ് അവിടെ കോൾ ചെയ്യുക. ഓക്കെ, ബിക്കോസ് യു ഹാവ് ടു പെർഫോം സം അതർ ടാസ്ക്, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ആക്കി കൊടുക്കും. ആ ഫംഗ്ഷൻ കൊടുക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു ലാസ്റ്റ് ക്ലാസ്സിൽ. വി ഹാവ് സ്റ്റഡീഡ് ഹൗ ടു ഗിവ് ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം. സോ
ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. ഓക്കെ, സോ വെൻ ദറ്റ് ഫോം ഈസ് ഗോയിങ് ടു സബ്മിറ്റ്, ദിസ് ഫംഗ്ഷൻ വിൽ ബി കോൾഡ് ആൻഡ് ദറ്റ് പെർട്ടിക്കുലർ ടാസ്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. സോ ഹിയർ ഈ എക്സാമ്പിൾ നമുക്ക് എന്താണ്, എൻ്റർ യുവർ നെയിം കൊടുത്തു, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് ആണ്, നെയിം എഫ് നെയിം, ഇൻപുട്ട് ടൈപ്പ് ഒരു സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ആണ്. ഇവിടെ നിങ്ങൾ ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, ഇറ്റ് ഇസ് ജസ്റ്റ് എ ബട്ടൺ. ഓക്കെ, ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, അതിന്റെ നെയിം ഗോ ആണ്. ബട്ട് വെൻ യു ആർ പ്രൊവൈഡിങ് സബ്മിറ്റ് ബട്ടൺ, ഇറ്റ്സ് ടൈപ്പ് ഷുഡ് ബി സബ്മിറ്റ്. സബ്മിറ്റ് ബട്ടൺ ആണ് കൊടുക്കുന്നതെങ്കിൽ ടൈപ്പ് എപ്പോഴും സബ്മിറ്റ് ആയിരിക്കണം. വാല്യൂ ഈക്വൽ ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഓക്കെ, ബട്ടന്റെ മുകളിൽ വരുന്ന നെയിം എന്തായിരിക്കാം എന്തും കൊടുക്കാം, ബട്ട് ടൈപ്പ് ഷുഡ് ബി സബ്മിറ്റ് ഇഫ് ഇറ്റ് ഇസ് എ സബ്മിറ്റ് ബട്ടൺ. ഓക്കെ, അപ്പൊ ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ് ആണ്, വാല്യൂ ഈക്വൽ ടു ഗോ. അപ്പൊ എന്താ, ഓൺ സബ്മിറ്റ്, വെൻ യു ആർ സബ്മിറ്റിംഗ് ദിസ് ഫോം, വാൽ നെയിം ഷുഡ് പെർഫോം. വാൽ നെയിമിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, വാൽ നെയിമിലാണ് നിങ്ങൾ വാലിഡേഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിലെന്താ നോക്കുന്നത്, ഇഫ് ഡോക്യുമെന്റ് ഡോട്ട്, ഡോക്യുമെന്റിൽ F1 എന്ന് പറഞ്ഞ ഫോമില് എഫ് നെയിം എന്ന് പറഞ്ഞ ടെക്സ്റ്റിന്റെ ഫീൽഡിന്റെ നെയിം ഡോട്ട് വാല്യൂ ഈക്വൽ ടു നൾ ആണെങ്കിൽ, ഓക്കെ, അവിടെ ഒരു വാല്യൂ വന്നിട്ടില്ലെങ്കിൽ എന്താ അലേർട്ട് ചെയ്യേണ്ടത്, എൻ്റർ ദ നെയിം എന്ന് പറഞ്ഞിട്ട് അലേർട്ട് ചെയ്യുക. എൽസ് എന്ത് അലേർട്ട് ചെയ്യുക, ഹലോ, നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെന്റ് ഡോട്ട് F1 ഡോട്ട് F name ഡോട്ട് വാല്യൂ. അതായത് ഇവിടെ കേസ് ചെക്കിംഗ് ആണ്, വെദർ യു ഹാവ് എൻറ്റേർഡ് ദ വാല്യൂ ഓർ നോട്ട്. അവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു നെയിം ഉണ്ടെങ്കിൽ, ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഹലോ ആ ക്യാരക്ടേഴ്സ് ഔട്ട് ചെയ്യും. അല്ല, എന്താ ചെക്ക് ചെയ്യണേ, ഡോക്യുമെന്റില് F1 ഫോമില് എഫ് നെയിം എന്ന് പറഞ്ഞ ഫീൽഡില് വാല്യൂ ഈക്വൽ ടു നൾ ആണെങ്കിൽ, ഓക്കെ, വാല്യൂ നൾ ആണെങ്കിൽ എന്ത് അലേർട്ട് ചെയ്യുക, എൻ്റർ ദ നെയിം എന്ന് പറഞ്ഞിട്ട് അലേർട്ട് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് അലേർട്ട് ചെയ്യുക, ഹലോ പ്ലസ് ആ ഒരു വാല്യൂ. ഓക്കെ, സോ ഇങ്ങനെ നമുക്കൊക്കെ ചെക്കിംഗ് ഒക്കെ ചെയ്യണം, കുറച്ച് കമ്പ്യൂട്ടേഷൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ഒരു ഫംഗ്ഷൻ ആക്കിയിട്ടാണ് കൊടുക്കുക. ഫംഗ്ഷന്റെ പേര് ഇവിടെ ഡാറ്റ എടുക്കുന്നില്ല, സോ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്. സോ ആ നെയിം നിങ്ങൾക്ക് ഇവിടെ കൊടുത്താൽ മതി കോളിൽ. ഓക്കെ, ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുക. ഓൺ സബ്മിറ്റ് ആണ് അതിന്റെ ഇവന്റ്. ഓക്കെ, വെൻ ഇറ്റ് ഇസ് എ സബ്മിറ്റ് ബട്ടൺ, ഓൺ സബ്മിറ്റ് ആണ് ഇവന്റ്. ഓക്കെ, വെൻ ഇസ് ജസ്റ്റ് എ ബട്ടൺ, ജസ്റ്റ് ഒരു ബട്ടൺ ആണെങ്കിൽ ഇവന്റ് ഈസ് ഓൺ ക്ലിക്ക്. അതാണ് ഡിഫറൻസ്. ഇപ്പോൾ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺ ക്ലിക്കും ഓൺ സബ്മിറ്റും ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൺ ക്ലിക്ക് ഈസ് ഫോർ എനി ടൈപ്പ് ബട്ടൺ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബട്ടൺ ഓൺ ക്ലിക്ക് ആണ്. ബട്ട് വെൻ ദ ബട്ടൺ ഈസ് സബ്മിറ്റ് ബട്ടൺ ആണെങ്കിൽ ഇവന്റ് എന്താണ്, ഓൺ സബ്മിറ്റ് ആയിരിക്കണം. ക്ലിയർ? ഓക്കെ, അതാണ് ഡിഫറൻസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് we can perform the task, required task. Okay, so attendance പറഞ്ഞോളൂ. ആകാശ് രാജീവ്, ആകാശ്, അഭിനന്ദ്, അഭിനവ് absent, ആദർശ്, Advait, Ajmal, Agil, Anagha, Anjali, Anugrah, Atin, Anugrah, absent. Miss Abhinav undena? Inda, okay. Atul, Devika, okay, Dilna, Masna, Jasna, Karthik, Kirtana, Sinan, Ijaz. Present, Miss. Okay. Nafa. Present, Miss. Okay. Neha. Nidin. Pranav A. Pranav C. Pranav A absent. Raiza. Razana. Riswin. Roshan. Riswin absent. Okay, next Sangeet. Present, Miss. Sarang, Sharon, Shraddha, Vishnu, Vaishnavi, Srishma, Anjita, Shirona. Okay, so absent is Anugrah, Pranav A, Riswin and Vishnu.
റിസുൻ ആൻഡ് വിഷ്ണു ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, സോ താങ്ക് യു. ഇത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് we can study, and after that we can move to last topic. Okay, it's okay. Thank you.